കാസർകോട് പൂച്ചക്കാട്ടെ പ്രവാസി അബ്ദുൽ ഗഫൂറിന്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരണം. സംഭവത്തിൽ 4 പേർ അറസ്റ്റിലായിരിക്കുന്നു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചെയ്യുന്നുണ്ട്. ജോസഫ്, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലാണ് അബ്ദുൽ ഗഫൂറിന്റെ മരണം കൊലപാതകമെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ് അറസ്റ്റിലായത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, 2023 ഏപ്രിൽ 14 ഈ സംഭവം നടക്കുന്നത്. പ്രവാസി വ്യവസായിയായിട്ടുള്ള അബ്ദുൽ ഗഫൂർ പൂച്ചക്കാട് സ്വദേശിയാണ്. ഇയാളെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് പിറ്റേ ദിവസം തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ചടങ്ങുകളൊക്കെ നടത്തി. പിന്നീട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹത ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചത്. പക്ഷേ അന്വേഷണത്തിൽ കാര്യമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നീട് ഈ കേസ് ക്രൈം റെക്കോർഡ് ബ്യൂറോയ്ക്ക് കൈമാറുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ക്രൈം റെക്കോർഡ് ബ്യൂറോ അന്വേഷിച്ചതിൽ നിന്ന് ഈ പൂച്ചക്കാട് സ്വദേശിയായിട്ടുള്ള അബ്ദുൽ ഗഫൂർ പലരുടെ കയ്യിൽ നിന്നായി സ്വർണം മേടിച്ചിരുന്നു എന്ന് മനസ്സിലാക്കി. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ കൂടുതൽ പരിശോധനയിൽ, അതായത് വാട്സപ്പുകൾ കേന്ദ്രീകരിച്ചും കോളുകൾ കേന്ദ്രീകരിച്ചും നടത്തിയ പരിശോധനയിലാണ് വലിയ തട്ടിപ്പ് സംഘമാണ് ഇതിന്റെ പിന്നിലെന്ന് വ്യക്തമായത്. അതായത് സ്വർണം ഇരട്ടിച്ച് നൽകാം എന്ന് പറഞ്ഞ് 3 സ്ത്രീകൾ ഇദ്ദേഹത്തെ ബന്ധപ്പെടുന്നു. ഇവരുടെ വീട്ടിൽ വെച്ച് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഹോമങ്ങൾ, മന്ത്രവാദങ്ങളൊക്കെ നടക്കുന്നു. ഇങ്ങനെ ഇവർ ഇത്തരത്തിൽ ഹോമം നടത്തി ഈ പണം തട്ടിയെടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഈ സ്വർണം തട്ടിയെടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും 4 പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 3 സ്ത്രീകളും ഒരു പുരുഷനെയുമാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ജിന്നുമ്മ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ത്രീയും ഇവർക്ക് പങ്കാളികളായിരുന്ന മറ്റ് 2 സ്ത്രീകളെയും ഈ ജിന്നുമ്മയുടെ ഭർത്താവായിട്ടുള്ള ഉനൈസിനെയുമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇവരെ ഇപ്പോൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഓഫീസിൽ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. എന്താണ് ഈ കൃത്യത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇവർ പൊതുവിൽ ഈ ജിന്നുമ്മ എന്ന് പറയുന്ന ആള് ഇത്തരത്തിൽ നിരവധി തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ള ആളാണ്. ഇവരിൽ നിന്ന്, അതായത് ഈ അബ്ദുൽ ഗഫൂറിൽ നിന്ന് 596 പവനോളം ഇവർ തട്ടിയെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ, സമാന രീതിയിൽ മറ്റ് തട്ടിപ്പുകളും ഇവർ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ അന്വേഷണം എങ്ങും എത്താതിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു അന്വേഷണം നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേര് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. ഇവരെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും 2 വർഷത്തോടടുക്കാനാകുമ്പോൾ ഈ കേസിൽ പൂച്ചക്കാട്ടെ പ്രവാസിയായിട്ടുള്ള അബ്ദുൽ ഗഫൂറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു നിർണായകമായ തെളിവുകൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. നിർണായകമായ സൂചനകൾ ലഭിച്ചിരിക്കുന്നു. മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ മന്ത്രവാദത്തിനിടയിൽ ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ തല ഈ സ്ത്രീകൾ തെറ്റിക്കിടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്ന മൊഴികളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം അന്ന് പിന്നീട് നടത്തിയിരുന്നു. ഇതിൽ കൊലപാതകമാണ് എന്ന് തെളിഞ്ഞിരുന്നെങ്കിലും പോലീസിന് ഇത് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീടാണ് ഈ ക്രൈം റെക്കോർഡ് ബ്യൂറോയ്ക്ക് ഈ കേസ് കൈമാറുന്നത്. പോലീസിനും ഈ കാര്യത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിരുന്നു. ഇത് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഈ കേസിൽ നിർണായകമായ സൂചനകളിലേക്ക് എത്തിയിരിക്കുന്നു. 4 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരിൽ നിന്ന് സ്വർണം അടക്കം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്, മറ്റ് സമാന രീതിയിൽ സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ് ആതിര. ശരി ജോസഫ്.